എല്ലാവർക്കും MG മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മോഹൻജി. ഇന്ന് പുതിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. നമ്മൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കഴിഞ്ഞു. ഇനിയും നമ്മൾ നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ MLA-മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നതിനായിട്ട് പോകുന്നത്. പലപ്പോഴായിട്ടും രാഷ്ട്രീയത്തിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് നിയമസഭാ സാമാജികർ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയും പാർലമെൻറ്റിലെ MP സ്ഥാനം ലഭിച്ചു കഴിഞ്ഞാൽ നിയമസഭാംഗത്വം രാജിവെക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പാർലമെൻറ്റിലെ MP-മാരായിരിക്കുന്ന ആൾക്കാർ നിയമസഭയിലേക്ക് മത്സരിക്കുകയും വിജയിച്ചു കഴിഞ്ഞാൽ MP സ്ഥാനം രാജിവെക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രവണത നമ്മുടെ രാഷ്ട്രീയത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഈ അഭിപ്രായത്തെ ഞാൻ ശക്തമായിട്ട് എതിർക്കുകയാണ്. കാരണം ഒരു MP-യോ MLA-യോ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് കുറഞ്ഞത് 5 വർഷമെങ്കിലും ആ തിരഞ്ഞെടുത്ത ആൾക്കാരോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കണം. ഇതിനെ അവഗണിച്ചുകൊണ്ടാണ് അവർ രാജിവെക്കുന്നത്. അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേ പറയുമായിരുന്നു, എനിക്ക് ഏത് നിമിഷവും രാജിവെക്കണമെന്ന് തോന്നിയാൽ ഞാൻ രാജിവെക്കും എന്നുകൂടെ അവർ പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്തരത്തിൽ രാജിവെക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. മറിച്ച് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റ് അംഗത്വം രാജിവെക്കുകയും നിയമസഭയിൽ മത്സരിക്കുകയും നിയമസഭാംഗത്വം രാജിവെച്ച് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയും ചെയ്താൽ ഇവർ രാജിവെക്കുന്ന ഒഴിവിൽ നടക്കുന്ന ബൈ ഇലക്ഷൻ്റെ ചെലവുകൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്നുള്ളൊരു വലിയ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഈ സ്ഥിതി നമ്മുടെ സംസ്ഥാനത്ത് നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും മാറണം. അത് ദേശത്തിന് ഗുണം ചെയ്യും, സമൂഹത്തിന് ഗുണം ചെയ്യും, രാജ്യത്തിന് ഗുണം ചെയ്യും. സ്നേഹപൂർവ്വം നിർത്തട്ടെ. നിങ്ങളുടെ സ്വന്തം മോഹൻജി. താങ്ക് യു. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ദയവായത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത്.